നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ബ്രെഡ് കൊണ്ടുള്ള ഒരു പക്കോടയാണ്. വളരെ ഈസിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നമുക്ക് ആദ്യം ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ സാധാരണ പക്കോട ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിന് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൂടെ നമ്മൾ ബ്രെഡ് കൂടി ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു സവോള വേണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ സവോളയാണ്, അതുകൊണ്ട് ഒന്നേ എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ചെറിയ സവോളയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ 2 സവോള വരെ എടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള പച്ചമുളകാണ്. ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ, അതൊന്ന് ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്, അതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്. 2 മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. വീട്ടിൽ ഉണ്ടാവുന്ന മല്ലിയില ഉണ്ടല്ലോ, അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ടൈപ്പ് മല്ലിയില എടുത്താലും മതി. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്, അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. ബ്രെഡ് ഞാനൊരു 4 സ്ലൈസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ വൈറ്റും ബ്രൗണും ഒക്കെ എടുത്തിട്ടുണ്ട്, ഒന്നും ഒഴിവാക്കിയിട്ടില്ല. അതെല്ലാം കൂടിയിട്ടാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പോളം കടലമാവും അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയും വേണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ബൗൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ മുളക് പൊടി ഇട്ടാലും മതി, കാശ്മീരി ചില്ലി ആയാൽ കുറച്ച് നിറം കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു കപ്പോളം വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലൊരു 3/4 കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. നമുക്കിത് കുഴച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത്. ഇങ്ങനെ മതി, കൂടുതലായിട്ട് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടില്ല. ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ പക്കോട മുങ്ങി നിൽക്കാനൊക്കെ എത്തോളം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇത് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് മാവ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കൈ വെച്ചിട്ടാണ് മാവ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അല്ല നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ നമുക്ക് ആ ഒരു പക്കോടയുടെ കറക്റ്റ് ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് ഇടുന്നതാവും നന്നാവുക. മാവ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പക്കോട ഇവിടെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് വറുത്ത് കോരാം. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി പക്കോടയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടി കാണുന്ന ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ ബൈ.